പുണർതം നക്ഷത്രക്കാരുടെ ഉള്ളിലുള്ള മൃഗം പൂച്ചയാണ്. മനുഷ്യനുമായി വളരെ ഇണങ്ങി ജീവിക്കുന്ന സൗമ്യതയുള്ള മൃഗമാണ് പൂച്ച. ഗുരു അല്ലെങ്കിൽ വ്യാഴമാണ് പുണർതം നക്ഷത്രത്തിൻ്റെ അധിപൻ. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളെയൊക്കെയും ബാഹ്യശക്തികളുടെ ആക്രമണങ്ങളിൽ നിന്നും രക്ഷിക്കുന്നത് വ്യാഴമാണ്. ലക്ഷം ദോഷം ഗുരുഹന്തി എന്ന് കേട്ടിട്ടുണ്ടോ? പൂച്ചയും അതുപോലെ തന്നെയാണ്. എലി, പാമ്പ്, മറ്റു ജീവികൾ ഒക്കെ വീടിനകത്ത് വന്നാൽ വെറുതെ വിടില്ല. സൗമ്യനും അതേസമയം തന്നെ ക്രൂരനുമാണ് പൂച്ച. ആവശ്യമെങ്കിൽ നഖം പുറത്തെടുക്കും. പൂച്ച കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് പോലെ ഇവരെല്ലാവരെയും സംരക്ഷിക്കും. ഇവർ മൗനമായിരിക്കും, പക്ഷെ എല്ലാം അറിയും. ഇവർ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരാണ്. നിയന്ത്രണവും കെട്ടുപാടും ഇഷ്ടമില്ലാത്തവരാണ്. സ്വന്തം വഴിയിലൂടെ പോകും. പൂച്ച ഇരയെ കിട്ടുന്നത് വരെ കാത്തിരിക്കുന്നത് പോലെ ഇവരും അവസരം വരുന്നത് വരെ ക്ഷമയോടെ കാത്തിരിക്കും. പെട്ടെന്ന് തിടുക്കം കാട്ടില്ല. പൂച്ച രാത്രി കണ്ണു തുറന്ന് നടക്കും. അതുപോലെ പുണർതം നക്ഷത്രക്കാർക്ക് രാത്രിയിലാണ് ചിന്ത തലയ്ക്ക് പിടിക്കുന്നത്. ഇവർ പൂച്ചയെപ്പോലെ വൃത്തിയും വെടുപ്പും ഇഷ്ടമാണ്. ചുറ്റുപാടുകൾ അലങ്കോലമായാൽ അസ്വസ്ഥരാകും. പൂച്ചയുടെ മനസ്സ് ആർക്കും പിടികിട്ടില്ല. അതുപോലെ ഇവരുടെ മനസ്സ് എളുപ്പം മനസ്സിലാക്കാൻ കഴിയില്ല. സ്വകാര്യതയാണ് ഇഷ്ടം. പൂച്ച ഉന്നം വെച്ചാൽ പിഴയ്ക്കില്ല. ഇവർ ലക്ഷ്യം നേടുന്നവരാണ്. എന്തു വന്നാലും തളരാത്തവരാണ്. എത്ര വീണാലും തിരിച്ചെഴുന്നേൽക്കും. എത്ര തകർന്നാലും വീണ്ടും തുടങ്ങും. പൂച്ച എങ്ങനെ വീണാലും 4 കാലിൽ എന്ന് പറയാറില്ലേ? ഇവർക്ക് ചുറുചുറുക്കും കൗതുകവും കൂടുതലാണ്. ഇവർക്ക് ഒരു ഉപദേശം നൽകാം: തളരരുത്, ധൈര്യത്തോടെ മുന്നോട്ട് പോകണം. കൂടുതൽ സംസാരിക്കാതിരിക്കുക. വ്യാഴാഴ്ച വ്രതം എടുക്കുക. വ്യാഴത്തിൻ്റെ മന്ത്രം ജപിക്കുക. വീട് വൃത്തിയായി സൂക്ഷിക്കുക. ഇടയ്ക്കിടെ ഒരു യാത്ര പോകുന്നത് നല്ലതാണ്. മനസ്സിന് സന്തോഷം ലഭിക്കും. വീഡിയോ മറ്റു പുണർതം നക്ഷത്രക്കാരിലേക്ക് എത്തിക്കുമല്ലോ. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.